ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025 PSC നടത്തിയ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളിലെ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2025. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഇരവികുളം. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ ഡി, വേമ്പനാട് കായൽ. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ, മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ നിർമ്മിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, നീലവിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് നീലവിപ്ലവം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? കുമ്പളങ്ങി. ഓപ്ഷൻ എ, കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 145/2025. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഇത് ഫസ്റ്റ് സ്റ്റേജിൽ വന്ന അതേ ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും ആവർത്തിച്ച് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഞാൻ ആഡ് ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, ദക്ഷിണ ഭാഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി? പമ്പ. പമ്പ നദിയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? മംഗളവനം. മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരള കായിക ദിനം? ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിലെ നിത്യഹരിത വനം? കേരളത്തിലെ
നിത്യഹരിതവനം? സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിതവനം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഗവർണർ ആയ ആദ്യ മലയാളി? വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 185/2024. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത്. അടുത്ത ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? വയനാട്. വയനാട് ജില്ലയാണ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. അടുത്ത ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 5/2025. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. ഇത് 3-ാം തവണയാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം? ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? വരയാട്. വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി. അടുത്ത ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. ചിങ്ങം 1-നാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 11/2025. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. അടുത്ത ചോദ്യം,
വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏതു താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അടുത്ത ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമേത്? പെരിയാർ. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്ഫടികമണ സമ്പന്നമായ ജില്ല ഏത്? ആലപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. ഇത് വീണ്ടും വന്നിട്ടുണ്ട് ഈ ചോദ്യം. അടുത്ത ചോദ്യം, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? 34. 34 കായലുകളാണ് കേരളത്തിലുള്ളത്. അടുത്ത ചോദ്യം, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം വയനാട് ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 17/2025. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? പാലക്കാട്. പാലക്കാടാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അടുത്ത ചോദ്യം, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്